നമസ്കാരം. ഇന്ന് സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ആ പട്ടികയിൽ ഇടം നേടിയ മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ നിരവധിയാണ്. പക്ഷേ ഇന്ന് ഈ നിമിഷം നമ്മുടെ മനസ്സിൽ നിറവായി നിൽക്കുന്ന ചില മുഖങ്ങൾ, ഈ മുഖങ്ങൾ ഇല്ലായ്മകളെയും പരിമിതികളെയും ഒക്കെ വെല്ലുവിളിച്ച് ഏറ്റവും മികച്ച പോരാളികളായവർ. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാതെ ഒരുപക്ഷെ ഈ ദിവസം നമുക്ക് കടന്നുപോകാനാകില്ല തന്നെ. ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കിടയിലും ഒരുപക്ഷെ നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് ആശങ്കയുണ്ടാക്കുന്നതുമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ തൽസ്ഥിതിയിൽ തുടർന്നാൽ ലോകം നീങ്ങുന്നത് കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്കെന്നും ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും ഖത്തറിൻ്റെ ഔദ്യോഗിക മുന്നറിയിപ്പ്. എണ്ണയുടെയും ദ്രവീകൃത ഇന്ധന പ്രകൃതിവാതകത്തിൻ്റെയും പ്രധാന ഉൽപ്പാദകരും കയറ്റുമതിക്കാരും ഒക്കെയാണ് ഖത്തർ. അവരുടെ ഊർജ്ജമന്ത്രി സാദ് അൽ കബി ഔദ്യോഗികമായി തന്നെ ഈ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമെന്ന് കാണേണ്ടിയിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കി ഇറാൻ ഏൽപ്പിച്ച ആ സാമ്പത്തിക പ്രഹരം അത് ലോകത്തെ മുഴുവനായി തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 183 ജീവനക്കാരുമായി ഇറാൻ്റെ ഒരു കപ്പൽ, പടക്കപ്പൽ IRIS ലവാൻ കൊച്ചിയിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്ന ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടുണ്ട്.